കുരുമുളക് പൊടിയാണ് വാരി വിതർന്നത്. എന്താ പോയ തക്കത്തിന് ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. സൗണ്ട് ഇതുവരെ ശരിയായിട്ടില്ല. രാവിലെ ആകുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ ശരിയാകും. അപ്പോൾ രാവിലെ ചായയും കറി ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ. ഇന്നലെ വൈകുന്നേരം നമുക്ക് നോമ്പായിട്ട് കുറേ ചപ്പാത്തി ഉണ്ടെങ്കിൽ ലേസം ബാക്കിയുണ്ട്. പിന്നെ കുറച്ച് കലക്കി പറഞ്ഞു കടലക്കറി ഉണ്ടാക്കി. സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തൊണ്ടക്ക്. അപ്പോൾ കലക്കി പറഞ്ഞ തേങ്ങ ടപ്പാത് അടുപ്പത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് തപ്പാട്ടത് അങ്ങനെ അതെല്ലാം അപ്പം ചൂടിൽ കഴിഞ്ഞിരിക്കണേ. കോഴിമുട്ട ഇവിടെ അടുപ്പത്തൊക്കെ വന്നിരിക്കണം. അപ്പോൾ ഈ ചട്ടി എടുത്ത് കടഞ്ഞി ഈ മുട്ട അടുപ്പത്തൊക്കെ കടിയും കറിയൊക്കെ നമ്മൾ നേരെ ടേബിളിൽ കൊണ്ടുപോയിക്കോട്ടെ. എന്നാൽ പിന്നെ അവർക്ക് വിളിച്ചിറക്കേണ്ട ആവശ്യമില്ല. കടിയും പുറത്ത് തിന്നോളൂ. ഇതൊട്ടിയേ നീച്ചണ്ടേ. പിന്നെ ഉപ്പച്ചിൻ്റെ അപ്പം ഇവിടെ കറക്കലാണ്. പെരും ചൂടായതുകൊണ്ടേ, നല്ല ചൂടല്ലേ ഞങ്ങൾക്ക്. പിന്നെ ഇച്ചും ഋതുവിനൊന്നും പിന്നെ ചൂട് പ്രശ്നമല്ല. ഞങ്ങൾ ഫാനിടാധികം കിടക്കും കേട്ടോ. ഇവൽക്കൊക്കെ ഭയങ്കര ചൂടാണ്, അവിടെ കിടക്കൂല. കുറേ നേരമായിട്ട് വന്നിട്ട് കുട്ടിയെ നോക്കാൻ കാക്കു ഉഷാറാണ്. എന്നാൽ നീച്ചിക്കുന്ന മുണ്ടാടെ കക്കണുണ്ട് കാക്കുണ്ണി. കാക്കു കാറ്റുണ്ടോ അമ്മ കുട്ടീനെ? കാറ്റുണ്ടോ? ഇജ്ജ് കാട്ടില്ലാട്ടാ, നുള്ളിയില്ലേ അതിന്? ആ നുള്ളി. ഓനോടല്ല ഇന്നോട്. ഇടയ്ക്ക് കാട്ടൂലേ? മറ്റോന് ചെറുതായിരുന്നില്ല, ഫിദ് ചെറുതായിരുന്നേ. ഇവന് ഓനെ പറ്റൂല. ഇനി ഞാൻ ഇവിടെ പെറ്ററിന് രണ്ടാമത്തെ. അപ്പോൾ എനിക്ക് കുളിച്ചാൻ വേണ്ടി പോകണമെങ്കിൽ കുട്ടീനെ ഇവിടെ കടത്തണം. ഞാൻ എന്നിട്ട് വാതിൽ ഒരു ഷാളെടുത്ത് 2-3 കെട്ടി ആ ലാസ്റ്റത്തെ കെട്ട് നല്ലോ മുറുക്കി കൊട്ടും. അപ്പം എന്തേക്കാരം പിന്നെ പണിയറിയാം. ഞാൻ കുളിയങ്ങി വരുമ്പോത്തിന് ഓരോ കെട്ട് അയച്ച് വരുമ്പോഴത്തെ ലാസ്റ്റത്തെ കെട്ടുമ്പോഴേക്കാരം. എന്നിട്ട് എന്താ എന്തിനാ എനിക്ക് ഓനെ പറഞ്ഞിട്ട് ഓനെ ഇഷ്ടമല്ലേ കേട്ടോ. ഓനെ ഇത് കുരങ്ങൻ കുട്ടിയാണ്, അങ്ങനത്തെ കുട്ടിയാണ്, ഇങ്ങനത്തെ കുട്ടിയാണ്. എന്നിട്ട് അവിടെ ഉമ്മാൻ്റെ അടുത്ത് പോയിക്കും, എൻ്റെ അമ്മാൻ്റെ അടുത്ത് പോയിക്കും. എന്നിട്ട് ഞാൻ കിണറ്റി ചാടുകയാണ്, നിങ്ങൾക്ക് ഇന്നെ ഇഷ്ടമല്ല എന്നൊക്കെ. ചെറുതാണ്, 3.5 വയസ്സൊക്കെ ഉള്ളൂ. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിനി. നല്ല ഇടങ്ങാറുണ്ടായിനി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇടങ്ങാറുണ്ടോ? ഇനി കൂടി ഇഷ്ടമല്ലേ? ഇപ്പൊ പിന്നെ ഇഷ്ടാട്ടോ. അപ്പൊ കുറച്ച് ഇത് വെച്ചില്ല, എന്തൊക്കെ വെച്ചില്ലേ. പക്ഷെ മറ്റോന് അത്രക്ക് ഇഷ്ടമാണ്. അങ്ങനെ കളിപ്പിച്ചൊന്നുമല്ല, ഇടയ്ക്ക് വന്നിട്ട് കളിപ്പിച്ചും പിന്നെ പോകും, ഉള്ളിലുണ്ടാകും. കാരണം ഓനെ എനിക്ക് കൊഞ്ചിച്ച് നടന്നേനി. അങ്ങനെ വലിയ കുട്ടികളായ പിന്നെ അവർക്ക് കുറച്ച് ബോധമൊക്കെ വെക്കൂല. ചെറുപ്പത്തെ പിന്നെ ഒരു ഭയങ്കര സീനേനി. എവിടെയെങ്കിലും കടത്തിയ പേടി എന്തെങ്കിലും കാട്ടിയോന്ന്. എന്നിട്ട് ഇവിടെ എൻ്റെ അടുത്ത് നിൽക്കലെന്നല്ല, അവിടെ അമ്മാൻ്റെ അടുത്ത് തന്നെ നിന്നീനി. അങ്ങനെയൊക്കെ കാട്ടില്ലട കുട്ടിനെ കാട്ടില്ല ചങ്ങായി. നേരം വെളുത്ത് രാത്രി ഒക്കെ കടക്കല്ലേ. കാക്കൂന്ന് കാക്കു ലട കാക്കു നല്ലോ നോക്കും. സ്കൂളില്ലേ വേ പോയിക്ക അനക്കാനാണ് ഒരേടാ നേരം വെക്കും. ഒറ്റക്ക് നീപ്പിച്ചെടുത്ത് നടക്കണൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയലുണ്ട് അങ്ങനെ ഒറ്റക്ക് എടുത്ത് നടക്കരുത്, കടക്കിയിൽ തന്നെ ഇരിക്കുക. അപ്പൊ പിന്നെ പ്രശ്നമല്ലല്ലോ. ഓന് പണ്ടത്തെ തളാര മാതിരി 2-3 കുട്ടികൾ എടുത്ത പരിചയം മാതിരിയാ, എടുത്തണ്ട് നടക്കും അല്ലേ? വാവി എക്കറ്റ് വന്നേക്കണ കുട്ടിക്ക്, എക്കറ്റ് വന്നേക്കണ.
അങ്ങനെ എന്നത്തെ മാതിരി വെയിലുള്ളാൻ പോകുകയല്ലേ? എന്താ വെയില് കൊള്ളുന്നതിനെ പറ്റില്ല അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല സുഖല്ലേ? ഫാനിന്റെ അകത്ത് നിൽക്കണോർക്ക് എത്ര ഫാനിട്ട് നിന്നാലും പെരിയിൽ വന്നാ തണുത്തള്ളോ ഫാനും ഇല്ലേ? ആ വെയിലത്തൊരു പെരന്റെ മേലെ കമ്പിമ്മ മേലെ കയറിയില്ല പണി. എന്നാലും നിങ്ങൾ കറുത്തിട്ടില്ലല്ലോ. കറുത്തിട്ടില്ലല്ലോ. അപ്പൊ ആ തേനോണ്ട അപ്പൊ പരിപാടി ഇത് നീ കജ്ജണ്ടി വരും. ഇത് നീ എടുത്ത് വെക്കണമെങ്കിൽ കുപ്പി എടുത്ത് വെക്കണമെങ്കിൽ ഇത് കജ്ജണ്ടി കടലക്കറി ഉണ്ടാക്കിയിരിക്കണം. ഒന്നും വേണ്ട, തേൻ മതി. കൊറയും. നിങ്ങൾക്ക് തടിയല്ല പള്ളിയാണ്. പള്ള പോകാനോ രാവിലെ നീച്ച് നടക്കും. ഇന്ന് 5:30 നീച്ചും പറഞ്ഞ കേട്ടോ നടക്കാന്. വിളിച്ചിക്കണേ നീച്ചിയോ? അതെ 5 മണിക്ക് ഒരാൾ നീച്ചു നടക്കണം പള്ള കുറക്കണം എന്നൊക്കെ പറഞ്ഞു. സ്വപ്നത്തിൽ മാത്രം. അപ്പം ചേട്ടക്ക് എണ്ണക്കണില്ലേ അടുപ്പത്ത് വെച്ചിട്ടേ. മുട്ടിയുണ്ട്. തടി ഇറക്കാൻ മുട്ടയൊന്നും തിന്നാൻ പറ്റൂല. അല്ലെങ്കിൽ ഒരു മുട്ട മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. ഉണ്ട് ചപ്പ തിന്ന് പോയാ പിന്നെ ഉച്ചക്കത്തെ തീറ്റുള്ളൂ. അതാ പെരീന്ന് നല്ല തിന്ന് പോകുന്നത്. ഉച്ചക്ക് ചോറ് 2 തിന്നുള്ളൂ. രാത്രി ഒന്നും തിന്നലില്ല. കോഴി എങ്ങനെ കൊടുന്നേരാന്ന്? ഉച്ചക്കോ? ഉച്ചക്കല്ലേ വൈകുന്നേരം. ഉച്ചക്ക് കൂട്ടാല്ലേ മീനില്ലേ? ഉച്ചക്ക് വേണമോ ഇത് കോഴി? നടന്നു പോവാ? നടന്നു പോവാ? ചൂരക്കണ്ടേക്കാരം. അതിന് ഒക്കത്ത് നീച്ചാ മടിയല്ലേ? ആറ് നോമ്പ് കഴിഞ്ഞിട്ടില്ല പെരുന്നാളാണ്. അപ്പൊ അമ്മ അറിയാം തേങ്ങാച്ചോറും കോയും വെക്കാന്ന്. ആദ്യം കുട്ടി കാശ് പോയി. പോയി പോയി ഞാൻ പാരെ കാട്ടി. നിങ്ങളെ ഞാൻ ആര് കാട്ടിയത്? ആര് പാട് കുട്ടിയെ കാട്ടിയത്? ആര് കാട്ടിയത്? ഇവിടെ എന്താ പ്രശ്നം? ഇനി തുടങ്ങിക്കോളി. അപ്പത്തിന്റെ ചൊറുക്കും മട്ടൊക്കെ നോക്കിട്ട് ഓരോരുത്തർ ഇരിക്കുള്ളൂ. കടലക്കറി ഉണ്ട് കേട്ടോ. കണ്ടോ കണ്ടോ? തുറക്കാൻ കിട്ടൂലല്ലേ? അതിന്റെ മുടി ഭയങ്കര ടൈറ്റാ. ഇതൊരു മുട്ട വേണ്ടേ? ഭയങ്കര ടൈറ്റാടാ. ഞാൻ കൊറേ നോക്കി. ഇപ്പച്ചി മൂടിയ പിന്നെ തീരെ കിട്ടൂല. ഇതിന്റെ മൂടിയേ തുറക്കാനേ. ഞാൻ തുറന്നേരാം. ഓന് നാളെ എടുത്ത ലേസുണ്ട്. എല്ലാം മൂടിട്ട് കൊറച്ചെടുത്താ മതി. ചായ കുപ്പിയിൽ നിറക്കുക. എന്നിട്ട് ഇതോ ഏതൊന്നോളി. രണ്ടപ്പം തിന്നണം കേട്ടോ. ഞാൻ അതിന്റെ അളവിന് ഇവിടെ കച്ചറിയാണ്. ഇനി തരൂല. ഇനി ഇതിൽ എത്ര ഉള്ളു അറിയോ? കണ്ടോ ഇത്രേ ഉള്ളു കഴിഞ്ഞിക്കണേ. അടിയെത്തി. ഞമ്മക്ക് മരുന്നിനൊക്കെ എടുക്കാം.
ഇവനാണ് ഇതിന്റെ ആള്. അടിക്കൊക്കെ അടിക്ക് കണ്ടോ പാട്. ഇവിടെ 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 കണ്ടോ അത് കണ്ടോ വല്ല വേഗം കുടിച്ചാ കോഴിപ്പീടിക്ക് വന്നിക്ക കേട്ടോ. കാരണം കുഞ്ഞുമാ വരാൻ വൈകുന്നേരം കൂട്ടാൻ വെക്കാന് ഇല്ല. അപ്പൊ ചിക്കൻ വാങ്ങാൻ പോവാണ്. പെരീത്തോർക്ക് വേണോ ചോദിച്ചപ്പോ പീപ്പിൾസ്ക്ക് വേണോ ചോദിച്ചപ്പോ അമ്മ വേണ്ടായിരുന്നു. ചിക്കനും വാങ്ങണം. അപ്പൊ കുട്ടീനെ അവിടെ തൊട്ടിയിലാക്കി പോന്നിക്ക കേട്ടോ. അമ്മ നോക്കാറ് നിക്കണേ. മൂപ്പരാക്കണേ നീച്ചു. എന്തായാലും ഇനി ഉമ്മാക്ക് പിന്നെ 35 വയസ്സാകുമ്പോൾ ഒരു പെൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ പെൻഷന് അക്ഷയയിൽ വന്നോ നോക്കണം. കറണ്ട് ബില്ല് അടിച്ചിട്ടില്ല. കറണ്ട് ബില്ല് അടക്കാന്നുള്ളതിൽ വന്നോ. കുഞ്ഞുമാന് പിന്നെ അടക്കുമ്പോഴത്തേന് ഞായറാഴ്ച ഉള്ള ലീവ് ഉണ്ടാവുക. അപ്പോൾ ഞായറാഴ്ച പിന്നെ അക്ഷയ ഒന്നും തുറക്കൂല. പിന്നെ അത് എടുക്കണം. ചിക്കനും വാങ്ങട്ടെ. കാക്കാനോട് അവിടെ വെട്ടിയേക്കാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ ഏതായാലും ഇനി പോയി വന്നോക്കട്ടെ. അങ്ങനെ കടയിലൊക്കെ പോയി വന്ന് നേരം കുറച്ച് അയക്കട്. അപ്പം അക്ഷയയിൽ കയറിയപ്പോൾ അപ്പം ചേച്ചി തരുന്നത് അല്ലെങ്കിൽ ഉമ്മ വേണം അല്ലെങ്കിൽ ഉമ്മാൻ്റെ വിരല് വേണം. വിരലിപ്പോൾ ഏതായാലും എൻ്റെ അടുത്ത് ഉണ്ടാവില്ലല്ലോ. ആധാർ കാർഡ് ഉണ്ടോ ചോദിച്ചില്ല. അതും ഇല്ല. ഫോണിലൊക്കെ നോക്കിയപ്പോൾ ആധാർ കിട്ടിയില്ല. അപ്പം ഇനി ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കണം. ചിക്കനും വാങ്ങി കറണ്ട് ബില്ല് അടിച്ച് പോന്നു. ഇവിടെ എത്തിയിട്ടും കുട്ടി നീച്ചിട്ടൊന്നുമില്ല. നല്ല ഉറക്കാണ്. ഉമ്മ തേങ്ങാച്ചോറ് ഉണ്ടാക്കി തുടങ്ങിക്കണേ. ഇനി ചിക്കനുള്ള പരിപാടി നോക്കട്ടെ. ഉള്ളി തക്കാളിക്ക് അരിഞ്ഞിട്ട് ചിക്കനും ഉണ്ടായാൽ പണി കഴിഞ്ഞു. ഉമ്മ തുടച്ച് ഞാൻ അടിച്ചു വരുമ്പോൾ തുടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഓരോ പണി. തേങ്ങാച്ചോറ് ഇവിടെ അടുപ്പത്തായി കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ പിന്നെ ഒന്ന് പൊരിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കില്ല. അപ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ട് കേട്ടോ. ഉമ്മ അരഞ്ഞ് തുടച്ചങ്ങാണ്ട് ഉമ്മ കുളിച്ചാൻ പോവുകയാണ്. എന്തൊക്കെ ഞാൻ അരിഞ്ഞ് വറക്കട്ടെ. ഉള്ളിയും തക്കാളി ഇവിടെ അല്ലേ അപ്പൊ ഉള്ളിയും തക്കാളി അറിഞ്ഞിട്ടുണ്ട്. ചിക്കൻ കറി എങ്ങനെ വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ചിക്കൻക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇതേപോലെ വഴറ്റാതെ ഇതേപോലെ ഇടുക. പച്ചമുളകും പിന്നെ മസാലപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം പറഞ്ഞ് മൂടി വെക്കുക. കരിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചെറുള്ളി എന്തിനാ ഇവിടെ അന്വേഷിക്കണേ? അരിയല് കൂടിയിട്ടോ? ഏത് കുറച്ചതിയേ ഏത് പിന്നെ എത്ര ഇട്ടാലും അത് കുറയുന്ന പരിപാടികളാ. രണ്ട് കുറഞ്ഞാല് എത്ര മുളക്? 2 ചെറിയ മുളക് എടുത്തിക്കണേ. തീരമുളക് പൊടിച്ചപ്പോലെ കുരുമുളക് പൊടി ഉണ്ടാവും. ജീരകപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഈ തക്കാളി ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇടുക. എന്നിട്ട് ഉപ്പ് ഇട്ട് മൂടി വെക്കുക. Kandang, kita campur. Wow, kuat. Ya, itu. ഉള്ളി തക്കാളി അല്ലേ വെട്ടത്? Tidak. Kalau mana barang, memang mana kita sendiri. കറി ഉണ്ടാവൂലല്ലേ അപ്പൊ? Ada berapa? അത് തന്നെയാണ്. ഇമ്മ വെച്ച കറി തന്നെ ഉണ്ടാവില്ല. ഇത് വരണ്ട മാതിരി, മീനും വരണ്ട മാതിരിയാണ്. കുഞ്ഞുമാനാണെങ്കിലോ കറി വേണം. ചതവിട്ടു ചതവ് നമ്മള് പാത്രത്തിലാക്കിയാണ്ട് ഫ്രിഡ്ജിലാക്കലാട്ടോ. അപ്പപ്പോ എടുക്കാൻ ഗതികേടല്ലേ, ഉണ്ടാക്കാൻ ഗതികേടല്ലേ. ചിലപ്പോ നേരം ഉണ്ടാവൂല. 3 ദിവസത്തിനല്ലേ ഉണ്ടാവുള്ളൂ.
ടൈം 12:10 സ്കൂൾ വിട്ട് വരാനായി. കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് വരാനായിക്കണേ. പോകണ്ടല്ലോ കുട്ടികൾ. ആ ഉപ്പ് തന്നെ പൊരിച്ചപ്പോ ലേസം ഇട്ടിട്ടുള്ളൂ. പൊരിച്ചപ്പേ കുറച്ചിട്ടിട്ടുള്ളൂ. കുരുമുളക് പൊടിയാണ് വാരി വിതർന്നത്. എന്താ ഞാൻ പോയ തക്കത്തിന് വലിയൊരു എരിയൊക്കെ മുന്നിക്കാണ്. മതിയോ? പോരെ ചെറിയ വെള്ളമായാലേ രസം ഉണ്ടാവില്ല. വെള്ളമായിപ്പോ എല്ലാരും ഇപ്പൊ തന്നെ കൊറേ വെള്ളമായിക്കോ. ഉമ്മാന്റെ ഇതിട്ടോ ആക്കണ്ടത് ചിക്കൻ വെച്ചോണ്ട് നിൽക്കുന്ന നേരത്തെ ഗ്യാസ് കഴിഞ്ഞ് നമ്മള് നേരെ ചിക്കൻ ഇവിടെ അടുപ്പത്തേക്ക് ആക്കിട്ടോ. ചോറ് ഏകദേശം ആവാനായിക്കണേ. ചോറിന് അങ്ങോട്ടും വെച്ചു. ഇനി അടുപ്പത്ത് കടന്ന് വേഗത്തെ ചിക്കൻ കറി ചെയ്താല്. അപ്പോത്തിന് കുട്ടികൾ വരുമ്പോത്തിനേ മാങ്ങ ശരിക്കും പൈത്തിട്ടൊന്നുമില്ല. അതൊന്ന് ജ്യൂസ് അടിച്ച് വിചാരിച്ചിട്ടാ. ഇഞ്ചിയൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം പൈത്തിക്കണമെങ്കിൽ ഇത് ലേസം പാലും കുട്ടി ഒന്ന് അടിച്ചണം. നല്ലോണം ചാനിച്ചിക്കണമെങ്കിൽ. എന്താ കാരണം വെച്ചാൽ മാങ്ങ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. പെട്ടിയിൽ കുറേ പൈക്കാൻ വെച്ചിനി. ഒക്കെ ഇരുന്ന് തിന്നു. ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതെങ്കിലും അടിച്ചു കുടിച്ചല്ലോ. കുട്ടികളൊക്കെ സ്കൂളിൽ വന്നിട്ടോ. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടിരിക്കണ എന്താ വെച്ചാൽ അമ്മാനെ അക്ഷയിലേക്ക് ഒന്ന് കൊണ്ടാക്കി വരികയാണ്. അപ്പൊ നല്ല മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കണേ. ഒരു കുഴങ്ങി വരുന്നതല്ലേ, അപ്പൊ കൊടുക്കാൻ വിചാരിച്ചുണ്ട്. അല്ലാതെ മാങ്ങ ഒക്കെ കിട്ടൂലേ. അല്ലാതെ ഇതിപ്പോ ഞാൻ ജ്യൂസ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലേ മാങ്ങ കിട്ടണ്ട ഞങ്ങൾക്ക് ഇതാകുമ്പോ ജ്യൂസേ കുടിച്ചാ. മറ്റേ ഞാൻ തിന്നൂല. പൈത്താലേ തിന്നുള്ളൂ. പൈക്കാതെ ഒരു അയക്കൂല. ഓല് ഉപ്പിണ്ടി തിന്ന. അതായത് നല്ല കാറ്റുന്നു. അവിടെ നല്ല കച്ചിലാക്കാം. എന്താണ് കുടിച്ചോട്ടാ? ചോറ് കൂട്ടാനൊക്കെ ആയി. ചോറൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് കൊറേ നേരം ഇരിക്കണേ. വൈകുന്നേരമായി. കുട്ടികളൊക്കെ ഉച്ചക്ക് കളിച്ചാൽ മതി. അമ്മയിലെ തെരഞ്ഞും പോയിക്കണേ. അപ്പൊ തെരഞ്ഞും പോയിക്കണേ. സന്ന വിടവിലെ അങ്ങനെ പോകുന്നുണ്ട്. തറവാട്ടിൽ പോകുന്നുണ്ട് എന്റെ വീഡിയോ എടുക്കാൻ. അപ്പൊ എന്നിട്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ. വീഡിയോ വൈകിട്ടൊക്കെ വിചാരിച്ചിരിക്കണം. ആ കുന്മ വരട്ടെന്ന് വിചാരിച്ചിരുന്നു. ഏതായാലും കുന്മ വരാൻ അത്യാവശ്യം നേരം വൈകും. അപ്പൊ ഇനി വീഡിയോ വൈകിട്ടൊക്കെ ആക്കാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.